ഏയ്, നീ എന്താ ചെയ്തേ? അവൻ താഴെ വീണ കണ്ടില്ലേ? ഓ ഹായ് ആന്റി. ശിവ, ഇതെന്റെ നീസ് നേഹയാണ്. നേഹ, അത് ശിവയാണ്. ശിവ, ഈ നേഹയെ വേദസിറ്റി ഒന്ന് കാണിക്കാൻ നീ കൊണ്ടുപോകോ? അവക്ക് ഭയങ്കര ഇഷ്ടാ. ഓക്കെ ആന്റി, കം നേഹ. Hello friends, meet Neha. Soumya ആന്റിയുടെ റിലേറ്റീവ് ആണ്. And Neha, these are my best friends. ഇത് രേവ, ആദി and യൂരി. Hi everybody. നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഡിജിറ്റൽ ലോക്കാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പ്രയാസമായിരിക്കുമല്ലോ. ഡിജിറ്റൽ ലോക്കിന്റെ പാസ്വേഡ് മാനേജറിനെ അറിയുള്ളൂ. അദ്ദേഹം ഇപ്പൊ പുറത്തു പോയുള്ളൂ. ഞാനൊന്ന് ട്രൈ ചെയ്ത് തുറന്നു നോക്കാം. അമ്മേ, ഡോർ ഓപ്പൺ ചെയ്യേ. ഈ റഫ്താർ സിംഗിന്റെ അടുത്ത് ഏറ്റുമുട്ടുക അത്ര എളുപ്പമൊന്നുമല്ല കുട്ടി. എന്തായാലും നീ സന്തോഷിച്ചോ, നമുക്ക് കാണാം. ഇയാൾ കുറെ നേരം നമ്മുടെ പുറകെ നടക്കുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, ഞാനിപ്പോ വരാം.
രഫ്താർ സിംഗിന്റെ അടുത്ത് ഇതുവരെ ഏറ്റുമുട്ടാൻ ആരും വന്നിട്ടില്ല. ഈ ചെറുക്കനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ആ കുട്ടിയെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഈ കുട്ടിയെ നമുക്ക് കൊണ്ടുപോകാം. അവനെ പൊക്കി ഡിക്കിയിലിട്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആ, എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? അവനെ പിടിച്ച് ഡിക്കിയിലിടാൻ പറഞ്ഞപ്പോ നിങ്ങളാണല്ലോ വന്ന് വീഴുന്നേ. ഉം, ഉം. സോറി അങ്കിൾ, ഡിക്കിൽ ഇനി സ്ഥലമില്ല. നിങ്ങളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഈ രഫ്താർ സിംഗിനോട് ഇതുവരെ കളിക്കാൻ ആരും വന്നിട്ടില്ല കേട്ടോ. പിന്നെയാണോ നീ? ആണോ? വാ മോനെ ശിവ, ഇത് നോക്ക്. ഡിജിറ്റൽ ലോക്ക് തുറക്കുക മാത്രമല്ല, ഇവള് നന്നായി പാടുകയും ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? പിന്നെ വളരെ രസമുണ്ടായിരുന്നു. താങ്ക് യു. ശിവ, രേവ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് ഗുണ്ടകൾ നിന്റെ പുറകെ വന്നിരുന്നു. ആരാണവർ? എവിടെയാണവർ? വേഗം പറഞ്ഞോ, എവിടെയാണ്? അവര് എന്നെ പിന്തുടർന്നല്ല, നേഹയെ പിന്തുടർന്നാണ് വന്നത്. എന്താ കൊറേ ഗുണ്ടകൾ പുറകെ വണ്ണുണ്ണ? എനിക്ക് തോന്നുന്നു അവന്മാർ ഇവിടെയും വണ്ണുണ്ണ. ആരാണ് അങ്കിൾ അത്? ശിവ, നിനക്കറിയാമോ നേഹയുടെ ഐക്യു ലെവൽ ഭയങ്കര കൂടുതലാണ്. ഈ നേഹക്ക് ഡിജിറ്റൽ ലോക്ക് തുറക്കാനുള്ള ശക്തി അപൂർവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ലോക്ക് ആണെങ്കിൽ ഇവള് തുറക്കും കേട്ടാ. വീണ സിറ്റിയില് ഇവള് ഒരു ദിവസം ഉണ്ടല്ലോ ഡിജിറ്റൽ ലോക്ക് തുറക്കുന്നത് ടിവിയിൽ ലൈവായിട്ട് കാണിച്ചു, ഇന്റർവ്യൂവും കൊടുത്തു. അപ്പ മുതല് ഇവളുടെ പുറകെ കുറെ പേർ നടക്കുന്നുണ്ട്. അയ്യയ്യോ, എനിക്കറിയില്ല അവന്മാർ എന്തിനാ ഇവളുടെ പുറകെ വരണേന്ന്. ഇപ്പൊ അവരും ഇങ്ങോട്ട് വന്നല്ലോ ശിവ. ലഡു സിംഗ് സർ, എനിക്ക് തോന്നുന്നു സാമ്യങ്ങളുടെ വീട്ടിൽ കാവൽ നിർത്തേണ്ടി വരുമെന്ന്. അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അവന്മാരെ പിടിക്കാൻ നമുക്കൊരു പ്ലാൻ ചെയ്യേണ്ടി വരും. ശിവ മക്കളെ, നിങ്ങളൊക്കെ വെളിയിൽ പോയി കളിക്കേ. ലഡ്ഡു സിംഗ്, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നോക്കിക്കോ, കള്ളനെ പിടിക്കാനുള്ള വഴി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് എപ്പോഴാ മനസ്സിലായതെന്ന്. അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ലോക്കും തുറക്കാനുള്ള ടാലന്റ് എങ്ങനെ വന്നെന്ന് പറയണം. ഇത് മുത്തശ്ശനാണല്ലോ. ഓ നോ. എപ്പോഴാണ് ഇത് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ കഴിവ് എനിക്ക് കിട്ടിയത് പെട്ടെന്നൊരു ദിവസമാണ്. ഈ തരുണത്തിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി എങ്ങനെ ലോക്ക് തുറക്കണമെന്ന് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം പ്ലീസ്. രേവ, മുത്തശ്ശൻ ഡിജിറ്റൽ ലോക്കിനെ കുറിച്ച് ടിവിയിൽ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഗുണ്ടകൾ ഈ ഇന്റർവ്യൂ കണ്ടാൽ തീർച്ചയായിട്ടും അവര് മുത്തശ്ശനെ കടത്തിക്കൊണ്ടുപോകും. നിന്റെ വീട് ചാനലിന്റെ അടുത്ത് തന്നെയല്ലേ? ആദ്യയും യൂടിയും ഒപ്പം കുട്ടിക്കോ. മുത്തശ്ശനെ ശ്രദ്ധിക്കണേ. അപ്പോഴേക്കും ഞാൻ വന്നേക്കാം. കണ്ടോ? ആ, ആ, ഓ. അടിപൊളി, കലക്കി സാറേ. സോ പ്രേക്ഷകരെ, ഇദ്ദേഹമാണ് കൂഫിയ ചന്ദ്. ഏത് തരത്തിലുള്ള ലോക്കും പെട്ടെന്ന് തുറക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. വീര, നീ അവിടെ തന്നെ ശ്രദ്ധിച്ച് നിന്നോണം. അവസരം കിട്ടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പെൺകുട്ടിയെ പൊക്കിക്കോണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇയാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോ ഇയാൾക്ക് ആ പണി പറ്റിയെങ്കിലോ. ചെല്ല്, ആ സംഘത്തിനെങ്കിൽ പൊക്കിക്കൊണ്ട് പോരെ. അപ്പോ ഞാൻ പറയണത് എന്താ? ഹായ്. എപ്പോ മുതലാ ഡിജിറ്റൽ ലോക്കൊക്കെ തുറക്കാൻ തുടങ്ങിയ മുത്തശ്ശ? ഇത് ഞാൻ ആ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടതല്ലേ.
ഇനി അവർ എന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അവരെ പിടിക്കാം. ആ ഏയ്, ഓ, സാറ് വിഷമിക്കണ്ട, ഞാൻ ശിവയോട് വിളിച്ച് പറയാട്ടോ. ഇതിപ്പോ ആകെ കുഴപ്പമില്ലേ? ഈ ഗുണ്ടകളെ മുത്തച്ഛനെയും ഞങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശിവ, ഞങ്ങളെ എല്ലാവരെയും ഗുണ്ടകള് പിടിച്ചിരിക്കുകയാണ്. നഗരത്തിന്റെ പുറത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഈ രഫ്താർ സിംഗിന്റെ മുമ്പിൽ ഒരുത്തന്റെ വിളവ് നടക്കൂല. ആ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാ നല്ലത്. നിങ്ങൾ എന്റെ ലോക്കർ തുറക്കൂലെന്നല്ലേ പറഞ്ഞു വരുന്നേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ, ഇനി ആ വെള്ളം ഇങ്ങനെ മേലോട്ട് പൊങ്ങി വരും. അങ്ങനെ അതിലുള്ള മീനുകളും പൊങ്ങി വരും. അവ നിങ്ങളെ കടിക്കും. അങ്ങനെ സംഭവിക്കണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ലോക്കർ തുറക്കാൻ സമ്മതമാണെങ്കിൽ അറിയിക്കണം. വേഗം വേണം. അപ്പൊ ഞാനെല്ലാം നിർത്തും. എല്ലാവർക്കും ഇപ്പോഴേ ടാറ്റ. മോളി പോകാൻ റെഡി ആയിക്കോ. അതെ, ഒന്ന് നിന്നേ. ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണേ. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരനെ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ മീനിന് തിന്നാൻ കൊടുക്കരുത്. വളരെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കേ. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ബാങ്കിൽ നിന്ന് ലോക്കർ ഇവിടെ വരെ എത്തിച്ചത്. അതിന്റെ ലോക്ക് വളരെ കാഠിന്യമാ. എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ലെന്നേ. അത് പൊളിക്കാനും പറ്റുന്നില്ല. അതിൽ നിറച്ച് സ്വർണത്തിന്റെ ബിസ്ക്കറ്റാ. ഇങ്ങോട്ട് നോക്കിയേ. വെള്ളം മുകളിലോട്ട് വരുന്തോറും മീനുകളും മുകളിലോട്ട് വന്നോണ്ടിരിക്കും. അങ്ങനെ മീനുകളെല്ലാം കൂട്ടം കൂടി നിങ്ങൾ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. കേട്ടോ? ഈ മീനുകളൊക്കെ വിശന്ന് വലഞ്ഞിരിക്കുക. ഒരു മിനിറ്റ് മതി, എല്ലാം തിന്നു തീർക്കും. മുത്തശ്ശ, ശിവ വന്നോണ്ടിരിക്കും. അതുവരെയ്ക്കും നമുക്ക് കുറച്ച് അഭിനയിക്കാം. ലോക്കർ തുറക്കുന്നത് പോലെ ഒന്ന് അഭിനയിച്ചാ മതി മുത്തശ്ശ. ശരി ഗിരഫ്താർ സിംഗ്, ഞാൻ അങ്ങോട്ട് വന്ന് തുറന്നു തരാം. രഫ്താർ സിംഗ്, നീ ആള് മിടുക്കനാ മോനെ. എന്നെ തോപ്പിക്കാൻ ആരുമില്ല. എന്നാ ഒരു കൈ നോക്കാം. ഓക്കെ വാ. കേറ്, കേറ്. വരൂ. അവിടെ നിൽക്ക്. എന്നെ ഒന്ന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോണം. ഈ രഫ്താർ സിംഗിന്റെ അടുത്ത് ഒരുത്തന്റെയും വേല നടക്കൂല. അഥവാ ഇവര് പ്ലാൻ മാറ്റിയാല് നിങ്ങളായിരിക്കും മീനിന് ഭക്ഷണമാവുക. അവര് തുറന്നാ രക്ഷപ്പെടും. നടക്കോ. ഒന്ന് വേഗം 3275-നെ 36 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്ന് പറയൂ. ആ നമ്പറാണ് നമുക്കിവിടെ ഫീഡറിൽ കൊടുക്കേണ്ടത്. വേണ്ട 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 വേണ്ട, മുകളിലേക്ക് കയറരുത്, മുകളിലേക്ക് കയറരുത്. വേണ്ട. കാലം മാറി. ഏയ്, നിങ്ങൾ എന്തൊക്കെയാ എഴുതി കൂട്ടണേ? എടോ, താൻ എന്താ ഈ കാട്ടുന്നേ? കണക്കറിയാതെ ഞാൻ വിദേശത്ത് ജോലി ചെയ്തേനെ. എന്നോട് വേണോ തന്റെ കളി? സാർ, സാറിന്റെ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അതിൽ ചെയ്യാലോ. ഓ യെസ് യെസ്. ശിവ, ലഡു സിംഗിനെ ഇപ്പോഴും അവരവിടെ കെട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ അവിടെ തന്നെയുള്ള വേറൊരു കെട്ടിടത്തിലാ ഉള്ളേ.
ഇതാ പയ്യനല്ലേ നമ്മളെ പിടിച്ച് ശരിക്കും കാട്ടിയത്? തല്ല് ഓർമ്മയുണ്ടോ അതോ അതും മറന്നോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. വേണ്ട, എന്റെ പുറകെ വരരുത്. വേണ്ട, വേണ്ട, കടിക്കരുത്. വേണ്ട, കടിക്കരുത്. കടിക്കരുത്. എവിടേക്ക്? എന്റെ പുതിയ ഷൂ ആണ്. കടിക്കരുത്. വേണ്ട, വേണ്ട. ശിവാ, രക്ഷിക്കണേ. കടിക്കരുത്. കടിക്കരുത്. വേണ്ട, വേണ്ട. പുതിയ ഷൂ വേണ്ട. കടിക്കരുതെന്ന് പറഞ്ഞില്ലേ? രക്ഷിക്കണേ. വേണ്ട. എന്റെ ശിവ വന്നല്ലോ. ശിവ ശിവ ഏ ശിവ ശിവ ഏ ശിവ ശിവ. ഓ താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. വന്നേ, ഇനി നമുക്ക് പോയിട്ട് മുത്തശ്ശനെ അന്വേഷിക്കാം. വന്നേ. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. കുട്ടി, നീ വീണ്ടും ഇവിടെ വന്നോ? ഇത്തവണ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്നെ നല്ലല്ലേ? നല്ലല്ലേ? വേണ്ട പറഞ്ഞില്ലേ? സ്വർണം ഇത് സ്വന്തമാണ്. ഇതെന്റെയാണ്, എന്റെ സ്വർണം. ഇത് ബാങ്കിന് കളവ് പോയ സ്വർണ്ണ കട്ടികളാണ്.
യു ആർ അണ്ടർ അറസ്റ്റ് അവതാർ സിംഗ്. ശിവ എന്ന മിടുക്കന്റെ നിയമത്തിന് മുന്നിൽ ഒരുത്തന്റെയും നടവ് വില പോകില്ല. ബോസേ, ഞാൻ ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് വന്നിട്ട് കേട്ടാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അല്പം താമസിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ലോക്കർ തുറന്നല്ലേ? ഓക്കേ, എന്തായാലും ഞാനും കൈ പൊക്കിയേക്കാം. ഈ ലോക്കർ തുറക്കാൻ വേണ്ടിട്ടാ അവരെന്നെ പിടികൂടിയത്. അല്ല, ഇത് ആരാ തുറന്നേ? ശിവയുടെ പഞ്ച് കൊണ്ടാ. എന്താ ശിവ ചെയ്ത പഞ്ച് കൊണ്ടോ? ശിവയുടെ ഒരു പഞ്ച് എന്ത് വേണമെങ്കിലും തുറക്കപ്പെടും. ശരിയല്ല ശിവ?